ജനിമൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജീവിതത്തിന് എത്ര മുഖങ്ങളാണ്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ത്യാഗത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ എത്ര മുഖങ്ങൾ. നാം എത്ര തന്നെ വേണ്ടെന്ന് വെച്ചാലും ഈ വേഷങ്ങൾ നിരന്തരം എന്നോണം നമ്മുടെ ജീവിതത്തിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നാം തന്നെ കെട്ടിയാടേണ്ടതായും വരും. ശാന്തവും മനോഹരമായി തോന്നുന്നതൊന്നും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്ര സ്വച്ഛമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ജീവിതം സാക്ഷിയുടെ ഓരോ അധ്യായവും. പ്രവാസിയായിരുന്ന സുദർശനന്റെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത്? കെട്ടുകഥകളേക്കാൾ അവിശ്വസനീയമായ വിചിത്രമായ ജീവിതം. പുതിയൊരു കഥയിലേക്ക്, ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസം ഒരാളിന് നൽകുന്നത് ഏതുതരം ജീവിതമാണ്? സുദർശൻ ഒരു പ്രവാസിയായിരുന്നു. നാടിന്റെ പച്ചപ്പിലേക്കും ബന്ധങ്ങളുടെ ശീതള ഛായയിലേക്കും മടങ്ങിവരാൻ കൊതിച്ച അയാൾക്ക് വിധി കരുതി വെച്ചതെന്ത്? തുടച്ചുമിനിക്കിയ സ്ഫടികം പോലെ സ്വച്ഛമാണ് സുദർശന്റെ മനസ്സ് എന്ന് തോന്നാം. പക്ഷേ എന്തൊക്കെയോ സങ്കീർണതകൾ, ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ, മൂടൽമഞ്ഞിന്റെ അവ്യക്തത. ഒന്ന് സഞ്ചരിച്ചു നോക്കാം നമുക്ക് സുദർശനന്റെ ജീവിതത്തിലൂടെ. എവിടെയാ ജോലി ചെയ്യുന്നേ? ഇപ്പോൾ നാട്ടിലുണ്ട്. 2 വർഷമായി. 2 വർഷമായി. അതിനു മുമ്പോ? സൗദിയിൽ എവിടെ? സൗദിയിൽ റിയാദിലുണ്ടായിരുന്നു, ബുറൈദയിലുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ജോലിയായിരുന്നു? അവിടെ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് DHL എക്സ്പ്രസ്സിലെ കൊറിയറായിട്ട് വർക്ക് ചെയ്യാറ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പോൾ വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ സഹോദരങ്ങൾ 2 സഹോദരികളുണ്ട്. രണ്ടിടത്തായിട്ട് താമസിക്കുന്നു. സ്വന്തമായിട്ട് എനിക്ക് കുടുംബം സ്വന്തമായിട്ട് ഒന്നും ആയിട്ടില്ല. സ്വന്തമായിട്ട് കുടുംബം? ഭാര്യയല്ലേ? ഭാര്യ ഇപ്പോൾ ഇല്ല. ഉണ്ടായിരുന്നു. ഒരു മകൻ ഇപ്പോൾ കൂടെയുണ്ട്. 2 വർഷമായിട്ട് കൂടെയുണ്ട്. മകൻ എത്ര വയസ്സായി? 7 വയസ്സായി. പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മയുടെ കൂടെയൊക്കെയാണ് മകനല്ലേ? ഇപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഭാര്യ പിരിയാൻ കാരണം എന്തായിരുന്നു? ഓൾറെഡി ഭാര്യ പിരിഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാ ഭാര്യ? ഇപ്പോൾ ഭാര്യ മറ്റൊരാളുടെ രണ്ടാം ഭാര്യയായിട്ട് താമസിക്കുന്നുണ്ട് ഒരിടത്ത്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ 2ാം ഭാര്യയായിട്ട് ജീവിക്കുന്നു. അത് എന്താ അതിന്റെ സാഹചര്യം? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താമസിച്ചത് പുയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കൊച്ചച്ഛൻ്റെ ഒരു വീടുണ്ട്, കൊച്ചച്ഛൻ്റെ മകൻ്റെ വീട്. പുള്ളി പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. വാടക കൊടുക്കാതെ താമസിക്കാം. അപ്പോൾ വാടക കൊടുക്കാതെ താമസിക്കുന്നതുകൊണ്ട് സെറ്റിലാവുന്നവരെ വാടക കൊടുക്കാതെ അവിടെ താമസിക്കാം. വേറെ വാടക വീട് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതനുസരിച്ച് അവിടെ താമസിക്കുമായിരുന്നു. എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ കല്യാണം? കുളത്തൂപ്പുഴ, സ്വദേശമായ കുളത്തൂപ്പുഴ മഹാദേവ ക്ഷേത്രം. ഈ പെൺകുട്ടി എവിടെ വെച്ചാ കാണുന്നത്? ഈ പെണ്ണ് സൗദിയിൽ റിയാദിൽ വെച്ചിട്ട്. റിയാദിൽ വെച്ചാണ് പരിചയമുണ്ടായിരുന്നു. അവരെന്ത് ജോലി ചെയ്യായിരുന്നു? ആ കുട്ടി അവിടെ ഒരു ഹോസ്പിറ്റലിൽ, റിയാദ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ വന്നതാണെന്നാണ് നമ്മൾ അവിടെ വെച്ച് അറിഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിനായിരിക്കണം വന്നതെന്ന്. അത് ആ ഒരു ഡീറ്റെയിൽ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഏതായാലും പരിചയപ്പെട്ടു. ഞങ്ങൾ അവിടെ ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായ ഒരു 4 ഡോക്ടർമാരെ ഷെയറിലാണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത്, ലേഡി ഡോക്ടർമാർ. ഇതിൽ 3 ഡോക്ടർമാരെ വീട്ടിൽ ഇവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് 3 സ്ത്രീകളെ ജോലിക്ക് കൊണ്ടുവന്നു. ഹൗസ്മെയ്ഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നത്. അതിൽ ഒരു ഡോക്ടറെ വീട്ടിൽ ഒരു പാകിസ്ഥാനി സ്ത്രീയാണ്, റിസ്വാന എന്ന പേരുള്ള പെഷവാറിൽ ഉള്ള ഒരു പാകിസ്ഥാനി പെൺകുട്ടി. വേറെ ഡോക്ടറെ വീട്ടിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള റാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. പരിചയപ്പെട്ടത് അതായത് ഈ പാകിസ്ഥാനി റിസ്വാന എന്ന് പറയുന്ന സ്ത്രീ ജോലി ചെയ്യുന്ന നിൽക്കുന്ന വീടും ഞാൻ താമസിക്കുന്നതും അടുത്തടുത്ത അപ്പുറം ഇപ്പുറം. അപ്പോൾ അവിടെ പിന്നെ ഒരു 2005 ഹജ്ജ് പെരുന്നാളുണ്ട്. ഹജ്ജ് പെരുന്നാളിന് വീട്ടിൽ ആഹാരമൊന്നും കൊടുക്കാതെ അവിടുത്തെ ഈ ഡോക്ടർമാർ അവര് മക്കളെവിടെ പോയി. അപ്പോൾ ഈ താമസിക്കുന്ന ഈ പാകിസ്ഥാനി സ്ത്രീകൾക്ക് അവരുടെ സഹോദരങ്ങളെ വിളിക്കാൻ വേണ്ടി എന്നെ വിളിച്ച്, ഞങ്ങളുടെ അടുത്തടുത്ത
എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് വിളിച്ചു പറഞ്ഞ് എൻ്റെ ഫോൺ തന്നിട്ട് പറഞ്ഞ് ഈ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ നമ്പറിൽ വിളിക്കുമ്പോൾ 2-3 വണ്ടി ഫാമിലികൾ വന്നു, പാകിസ്ഥാനികൾ വിളിച്ചു വന്നിട്ട് ഈ പാകിസ്ഥാനികളാണ് എനിക്ക് ആ വീട്ടിലുള്ള കഥകൾ പറഞ്ഞു തരുന്നത്. അവർ പറഞ്ഞത് എൻ്റെ പിന്നെ സഹോദരിയാണ്, ഒരാൾ വേറെ അടുത്തുണ്ട്, ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഹൗസ് മെയ്ഡിനായിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല, ഞങ്ങൾ പാകിസ്ഥാനികളാരും ഞങ്ങൾ ഈ ഹൗസ് മെയ്ഡ് വർക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അവർ സ്പോൺസർമാർ ഇവിടെ ആക്കിയിട്ട് അവരെവിടെ പോയിരിക്കുന്നു. അവർക്ക് ആഹാരമൊന്നും കൊടുത്തിട്ടില്ല. അവർ ഒരു റൂമിൽ മാത്രം. പാകിസ്ഥാനി പെണ്ണുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഇല്ല, ബന്ധമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം ഈ ഫോൺ മുഖേനയുള്ള ബന്ധമാണ്. ഈ ഫോൺ വിളി പാകിസ്ഥാനി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. ആ പാകിസ്ഥാനി പെണ്ണുങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാലേ അറിഞ്ഞത്. പാകിസ്ഥാനി പെണ്ണുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പാകിസ്ഥാനി പെണ്ണുമായിട്ട് നമുക്ക് എന്താ ഉണ്ട്, ഈ ബന്ധമാണ് ഞങ്ങൾ പരിചയപ്പെടാൻ കാരണം. പാകിസ്ഥാനി സ്ത്രീയാണ് എന്നെ പിന്നെ ഇതുപോലെ ഒരു 2 കുട്ടികളുള്ള ഒരു സ്ത്രീ, ഒരു കൊച്ചു പെണ്ണ്, വേറൊരു നസീം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഈ ഡോക്ടറെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ നിൽപ്പുണ്ടെന്നും അവിടെ ഒരു മോശമായ അന്തരീക്ഷമാണെന്നും അവിടെ 3 എന്താ മോശമായ അന്തരീക്ഷം? അവിടെ പിന്നെ ഉള്ള അറബി ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം തന്നെയല്ല, അവിടെ ചില ഒരു ശാരീരിക പീഡനമൊക്കെ ഉണ്ടെന്ന് ഈ സ്ത്രീ അറബികളുടെ ഇത് അത്രയും ശരിയല്ല അല്ലാന്ന് ഈ വീട്ടിൽ നിന്നാണ് അറിയുന്നത്. എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴേ രേഖകളൊന്നുമില്ല, കാമയില്ല, പാസ്പോർട്ടില്ല. കാമ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഐഡന്റിറ്റി കാർഡ് ഇതൊക്കെ ഉണ്ടെന്ന് കരുതിയാണ് വിളിക്കുന്നത്. ഇതൊന്നുമില്ല. എന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. റോഡിൽ ഇറങ്ങി നിന്നിട്ട് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവിടെ പ്രശ്നമാണെന്ന് ഓൾറെഡി അതിന് മുമ്പ് തന്നെ ഈ പാകിസ്ഥാനി പെമ്പിള്ളേർ പറയുമായിരുന്നു. മോശപ്പെട്ട വീടാ, അവിടെ നിർത്തരുത്, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണെന്നൊക്കെ അവരാണ് പറഞ്ഞത്. അവിടെ വെച്ചാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്? ഇല്ല, തീരുമാനമൊന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടം തോന്നിയപ്പോ ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടമാണ് അവസാനം അത് വിവാഹത്തിലേക്ക് നയിച്ചത്. എന്റെ വേറെ ജോലി മേടിച്ചു കൊടുത്തോ? ഇല്ല, അതിനു മുമ്പ് തന്നെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. 1.5 മാസമായപ്പോൾ. അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു പിന്നെ കോട്ടയത്തുള്ള ഒരു സിന്ധു സിസ്റ്റം, ഒരു രാജേട്ടൻ്റെ വീട്ടിൽ അവരുടെ 2 കുട്ടികളെ നോക്കാനാണ് നിർത്തിയത്. സൗദിയിൽ വെച്ച് എനിക്ക് സംഗീതയെ അറിയത്തില്ല, കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. സംഗീതയുടെ പേരിങ്ങനെയാണോ അങ്ങനെയൊന്നും അറിയത്തില്ല. സംഗീത അറിയുന്നത് നാട്ടിൽ വെച്ചാ. ഇവിടെ വരാനുള്ള സാഹചര്യം എന്താ? ഇവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, വിവാഹം കഴിച്ചത് ഈ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ ഗർഭം ധരിച്ചു. ഓ, അതിനു മുമ്പ് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഗർഭം ധരിച്ചു. ഈ അവിടുന്ന് അത് മുഖേന ഞങ്ങൾക്ക് ഔട്ട് പാസിൽ പുള്ളിക്കാർ കയറി. സാഹചര്യം എപ്പോഴാണ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? 2006. അപ്പോൾ ഗർഭം ധരിച്ചിരുന്നോ? ധരിച്ചിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ 3 മാസം ഔട്ട് പാസ് എടുത്താണ് കയറി വന്നത്. അതുകൊണ്ടാണ് ഗർഭം ധരിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? പ്രസവിക്കാനായിട്ടാ? പ്രസവിക്കാനല്ല, അവിടുന്ന് ആരംഭത്തിൽ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഞങ്ങളെ പോലീസ് പിടിച്ചു. അല്ലല്ലോ, ഇതിന് ഇടയ്ക്ക് വന്ന് സാഹിറ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ജയിലെന്ന് പറയുന്നത് ഈ ഔട്ട് പാസ് മാഡം, നമ്മൾ വരില്ലേ, നമ്മൾ വരാൻ ജയിലെന്നല്ലേ അതിന്റെ ഒരു വേറെ വനിതാ സെല്ല്. ജയിലെന്ന് പറയുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും. എന്തായിരുന്നു കാരണം അത് അവിടെ കിടക്കാൻ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴത്തേന് പോലീസ് പിടിച്ചു. എന്തിനു പിടിച്ചു? പുരുഷന്മാർ താമസിക്കുന്ന റൂമിൽ സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ നിയമമുണ്ട്. അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിലോട്ട് അവർ വന്നിരുന്നോ? ഞങ്ങൾ. അപ്പൊ നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ട്. അതെങ്ങനെ നിങ്ങളുടെ റൂമിൽ കിടക്കുമ്പോൾ അവരെ മാത്രം ജയിലിൽ പിടിച്ചോണ്ട് പോകും? ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് റൂമിൽ ഇറക്കി വിട്ടിട്ട് എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനാണ് പോലീസ്. അപ്പൊ അവര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ? അല്ല, എൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ സുബ്രു എന്ന് പറഞ്ഞാൽ. അപ്പൊ കൂട്ടുകാരെയും പിടിച്ചോ? ഇല്ല, കൂട്ടുകാരനെ 2 പേരെയും പിടിച്ചു. കൂട്ടുകാരനെയും പിടിച്ചു? 2 പേരും. എന്താ കാരണം? അവിടെ എന്തായിരുന്നു സംഭവം ആ വീട്ടില്? ഇല്ല, അത് നമ്മൾ ആരും ഇൻഫർമേഷൻ കൊടുത്താലും പിടിക്കും. നമ്മൾ ഫാമിലി അല്ലാത്ത റൂമിൽ. ആ വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? ആ റൂമിൽ സുബ്രു എന്ന് പറയുന്ന ആളുടെ റൂമാണ്. അവിടെ ഞാൻ എപ്പോഴും പോകുന്ന വീടാണ് ഈ പാകിസ്ഥാൻ. ആ വീട്ടില് കള്ളവാറ്റ് ഉണ്ടായിരുന്നു എന്ന് കേട്ടല്ലോ. അതിപ്പം ഇപ്പോ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസുകാരൊക്കെ വന്ന് കള്ളവാറ്റുള്ളത് കാരണല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ഇല്ല, അതൊക്കെ ഒരു പ്രചരണം ഉണ്ടാക്കിയതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുകയും കുട്ടികളാവേ 6 വർഷമായിട്ട് അവിടെ വന്ന് സാധനങ്ങൾ സഹിതം എല്ലാം തൊണ്ടി അടക്കം എടുത്തോണ്ട് പോയല്ലോ പോലീസുകാർ. ഇല്ല, പിന്നെ അവര് ജയിലിലേക്ക് കൊണ്ടുപോയി. വനിതാ സെല്ല് കൊണ്ടുപോയി. വ്യഭിചാര കുറ്റം ചുമത്തി കൊണ്ടുപോയത് അവരെ? അല്ലല്ല,
പിന്നെ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഒരു പുരുഷനുള്ള റൂമിലോട്ട് ഒരു പെണ്ണിനെ പോയാൽ അവർ പിടിക്കുന്നല്ലേ ഇപ്പോഴല്ലേ ബേജാറൊക്കെ കിട്ടുവാണെങ്കിൽ പുറത്ത് വിടത്തില്ല, പുറത്ത് വിടില്ല. പിന്നെ എന്ത് കുറ്റമായിരുന്നു അത്? പുരുഷന്മാരുടെ റൂമിൽ സ്ത്രീകൾ ഇരിക്കുമ്പോഴേക്കും ഫാമിലി അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോയിട്ട് സ്പോൺസർ വന്ന് ഇറക്കിക്കൊണ്ട് വരണം, ആണിനെ പെണ്ണിനെ. ഓ, അപ്പൊ ആരാ സ്പോൺസറായിട്ട് പോയത്? ആരും പോയില്ല. പിന്നെ എങ്ങനെയാ അവര് വിട്ടു പുറത്ത്? 3 മാസം കഴിഞ്ഞിട്ട് ഔട്ട് പാസിന് നാട്ടി വന്നു. അല്ല, നിങ്ങള് പുറത്ത് പോയിരുന്നു, അപ്പൊ നിങ്ങൾ വിശ്വസിച്ചല്ലേ ആ പെണ്ണ റൂം ആ മുറിയിലോട്ട് വന്നത്? അതെ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പോയി അവരെ ജാമ്യം എടുത്തില്ല? എടുക്കാൻ പറ്റില്ല. അതിന് എനിക്ക് നമുക്ക് പറ്റുന്ന പറഞ്ഞാൽ ഇതിന്റെ പിന്നെ ക്യാപ്റ്റൻ എന്ന് പറയും, അതായത് പിന്നെ ജയിലിന്റെ സൂപ്രണ്ടിനെ പോയി കണ്ടിട്ട് ആരെങ്കിലും മുഖേന കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്പോൺസർ ഇല്ല ഇന്ന അവസ്ഥയാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മുഖേന കൂടുതൽ ദിവസം ഇടാതെ മിനിമം 3 മാസമെങ്കിലും ഇട്ടിട്ട് ഔട്ട് പാസ് കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ അവര് 3 മാസം ഉണ്ടായിരുന്നു? 3 മാസം ഉണ്ടായിരുന്നു. അപ്പൊ കാണാൻ പോയിരുന്നോ? കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല, നിയമമില്ല, പറ്റില്ല. അപ്പൊ അവര് ഗർഭിണിയായിരുന്നു ആണോ? ആയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എത്ര കാലം കഴിഞ്ഞിട്ടാ കേരളത്തോട്ട് വന്നത്? 3 മാസം പിന്നെ വനിതാ സെല്ലിൽ കിടന്നു. 3-ാം മാസം നാട്ടിലേക്ക് വന്നു. നിങ്ങളെ പറഞ്ഞിട്ടാ വന്നത്? ഞാൻ ഹെൽപ്പ് അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിരുന്നല്ലോ, ഞാൻ പോയിരുന്നല്ലോ. ഞാൻ പോയി ഒരു സർക്കിൾ. അവര് എങ്ങോട്ടാ പോയത്? അവർ നേരെ പിന്നെ ബോംബെക്ക് വന്നു. ബോംബെക്ക് വരുമ്പോൾ അവിടുന്ന് തബിയ എന്ന് പറയുന്ന സ്ത്രീ പുനലൂർ പേപ്പർ മില്ലിനടുത്തുള്ള പത്തനാപുരം സ്വദേശിയായ ഒരു കോമള എന്ന് പറയുന്ന ഒരു 3 സ്ത്രീകളുടെ കൂടൊപ്പമാണ് ഈ പുള്ളിക്കാരി. അവരും സെല്ലിൽ കിടന്നവരായിരുന്നു? ആയിരുന്നു. അപ്പൊ 3 പേരോട് ഒരുമിച്ചാണ് കിട്ടിയതിൽ ഇവർ 3 പേരും ഒന്നിച്ച് വന്നു. പിന്നെ ചാവക്കാടേക്ക് വന്നു, സബിയയുടെ വീട്ടിലേക്ക്. ചാവക്കാട് വന്നിട്ട് അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, അവരെ കൂടൊപ്പം വന്നു. അവർ ചോദിച്ചാൽ പറഞ്ഞ്. അപ്പോൾ ഈ താഹ്ര എന്ന് പറയുന്ന സ്ത്രീ പ്രായം കുറവായിരുന്നു, ഒരു 27 വയസ്സേ ഉള്ളൂ. കൂടെ വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറില്ല. നിങ്ങളുടെ കുഞ്ഞുണ്ട് അവരുടെ വീട്ടിൽ? അപ്പോൾ ഉണ്ട്. അപ്പോൾ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പറില്ല. എൻ്റെ നമ്പറുള്ളത് അവരുടെ വീട്ടിൽ, കണ്ണൂർ അവരുടെ വീട്ടിലേ ഉള്ളൂ, ഒരു അമ്മയുടെ കയ്യിലാണ് ഉള്ളത്. കാരണം ഇവര് അതെങ്ങനെയാ നിങ്ങളുടെ പരിചയമുള്ള ആൾ അവർ അമ്മേരെ വീട്ടിൽ കൊണ്ടുപോയി ഒരു നമ്പർ അവിടെ വെക്കേണ്ട ആവശ്യം എന്താ? പുള്ളിക്കാരിയെ പിടിച്ചകത്ത് കൊണ്ടുപോയപ്പോഴത്തേന് വനിതാ സെല്ലായപ്പോഴത്തേന് വീട്ടിലുള്ള കുട്ടികൾക്ക് ചിലവ് പൈസ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ഏത് കുട്ടികൾ? വീട്ടിലുള്ള കുട്ടികൾ? താഹ്രയ്ക്ക് 2 കുട്ടികളുണ്ട് കണ്ണൂർ. ആദ്യമേ അവർക്ക് കഴിയാൻ കഴിഞ്ഞതായിരുന്നു? 2 കൊച്ചു ആൺകുട്ടികളുണ്ട്. ആ ഭർത്താവ് എവിടെ? അതില്ല, അത് ഒഴിവായി പോയതാ. ബന്ധം വേർപെടുത്തി? അത് ഈ കഥകളൊക്കെ എൻ്റെ കൂടെ പറയുമായിരുന്നു. അത് ശരി. ആ ഭർത്താവ് അപ്പൊ അവരോട് അല്ല താമസിക്കുന്നത്? ഇല്ല, ആളില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്? അതറിയാമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സഹായിക്കേണ്ടി വന്നത്. ഒരു സഹായം ചെയ്താ അല്ലെ. ഞാൻ ഇവിടെ വെച്ച് ഈ 2 കുട്ടികളല്ല ഈ സ്ത്രീയെ വിവാഹം കഴിക്കണം ഒരു തരത്തിലും ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, അതായിരുന്നു കാരണമായത്. ബിഎന്റെ പൈസ അയച്ചു കൊടുക്കുന്ന ആ വൗച്ചറിനകത്താണ് കണ്ണൂർ അവരമ്മ അസയുടെ കയ്യിൽ ആണ് ഫോണുള്ളത്. അപ്പം ആ കുട്ടികളെ ഈ അവരുടെ തള്ളയെ ഞങ്ങൾ വിളിക്കുമായിരുന്നു. ഞാൻ വിളിച്ച് പറയും ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മിസ്സിങ് ആണ്, ആളെവിടെയാണെന്ന് അറിയില്ല, ഒരു കാര്യം ചെയ്യും, പിള്ളേർക്ക് വേണ്ടുന്ന പൈസ തക്കാലം അയച്ചു തരാം. അപ്പോൾ ഈ ഇളയ കുട്ടി എന്ന് പറയുന്നത് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ഇതിനെ മാസം തോറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് താഹ്ര എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയസ്സുള്ള കുട്ടി അതൊക്കെ? അത് 3 വയസ്സ് 4 വയസ്സാണ്ടേ വരുള്ളൂ. ഇവർക്ക് ഇവരുടെ വീട്ടിൽ നിന്ന്, ഈ താഹ്രയുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് ഈ 2 കൊച്ചുകുട്ടികളെ ഇട്ട് ഗൾഫിലേക്ക് പോയത്. ആരുടെ സഹായം കൊണ്ടാ പോയത്? കൊണ്ടുപോയത് അവരുടെ മൂത്തമ്മയുടെ മകനാണ് കൊണ്ടുപോയത്. മൂത്തമ്മയാണ് അതിനുവേണ്ടി സഹായിച്ചത്. മൂത്തമ്മ ഞാൻ വിളിക്കാറുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്കറിയാം. അപ്പം ഞാനാണ് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അയക്കുന്ന പൈസയെല്ലാം വൗച്ചറിനകത്തുണ്ട് എൻ്റെ അവിടെ കോൺടാക്ട് നമ്പർ, വെസ്റ്റേൺ മണി UAE മണി അയക്കുന്നത്. അപ്പോൾ അയച്ച ആളുടെ ഫോൺ നമ്പരും നമ്മുടെ കോഡ് നമ്പറും കൊടുത്താൽ ഇവർക്ക് പൈസ മാറാൻ പറ്റും. അപ്പോൾ തള്ള പോയി സഹായിച്ചോണ്ടിരുന്ന 2 കുട്ടികളെ ഞാൻ അതാണ് 3 മാസം ഇത് വനിതാ സെല്ലായല്ലോ. വനിതാ സെല്ലിലായപ്പോൾ എനിക്ക് സഹായിക്കേണ്ടി വന്നു, അല്ലാതെ വേറെ മാർഗ്ഗമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ട്, ആള് പ്രായമാണ്. നിങ്ങൾ വിവാഹിതനായിരുന്നു? അല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ അതിന്റെ നമ്പർ എടുത്ത് അപ്പൊ നിങ്ങൾ കാരണമാണ് അവള് ജയിലായത്. നിങ്ങളെ കാണാൻ വന്നപ്പോഴല്ലേ? അത് അതിന്റെ ഒരു കുറ്റബോധത്തിന് വേണ്ടിയാണോ ഈ പിള്ളേരെ സഹായിച്ചത്? സഹായിച്ചത്. അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഡീറ്റെയിൽ എല്ലാം പിന്നെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് മൊത്തം അവരെ താഹ്രയുടെ വീട്ടിൽ നിന്ന് അവരെ തള്ളയായിട്ടും കുട്ടികളായിട്ടും സംസാരിക്കുക എടുക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു തരത്തിൽ കുടുംബ ബാധ്യതയൊന്നുമില്ല. 2 സഹോദരങ്ങളെ എൻ്റെ പൈസ തന്നെ വിവാഹം കഴിച്ചയച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ കടങ്ങളോ മറ്റോ ഒന്നുമില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നേരത്തെ മനസാക്ഷിക്ക് ചെയ്തു എന്നുള്ളതല്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സൗദി വെച്ച് കണ്ടിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ സഹായിക്കേണ്ട ഒരു കാര്യമില്ല, ആരുമായിട്ട് സഹായിച്ച ചരിത്രമില്ല. എനിക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ.
എനിക്കതിൽ ചെയ്ത കാര്യം പറയുന്നതിന് അത് മാത്രമല്ല നിങ്ങളുടെ കുട്ടി അയാളുടെ വയറ്റിലും ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഇതുവരെയ്ക്ക് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, അതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ കല്യാണം നടന്നത് പറയും? ചാവക്കാട് വന്നിട്ട് വീട്ടിലേക്ക് തള്ളയെ വിളിച്ചു. തള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വിജയേട്ടൻ എന്നോട്, ബൈജു എന്നാ പേര്, ബൈജു എന്നാ വീട്ടുകാരാ വിളിക്കുന്നത്, എന്നോട് പറയണം, വിളിച്ചിട്ട് പറയണം, ഞാൻ ഇതുപോലെ ജയിലിലാണ്, പാസ്പോർട്ട് ഇല്ലാത്ത കേസിന് ഉണ്ട്, ഇക്കാമ ഇല്ലാത്ത കേസിനാണ്ട് പിടിച്ചു ജയിലാണ്, അതുകൊണ്ട് എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കാൻ പറയണം. അപ്പോൾ ആ തള്ള എൻ്റെ കൂടെ പറഞ്ഞ് ഇതുപോലെ വിളിച്ചു, സൗദിയിൽ നിന്ന് വിളിച്ചു, പറഞ്ഞു കുറച്ച് പൈസ അയച്ചു തരണം, താഴെ വന്നിട്ട് തരാം, എന്തോ പ്രശ്നമായിട്ട് പാസ്പോർട്ടിൻ്റെ പ്രശ്നമായിട്ട് ചെല്ലി കിടക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ അത് പറഞ്ഞു. ഞാൻ ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജു ഏട്ടാ ഞാൻ സെല്ലിന് വന്നിരിക്കുന്നു, ഞാനിപ്പോൾ ചാവക്കാടാണ് ഉള്ളത്, വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ നേരെ വീട്ടിൽ പോകാൻ എന്താ? വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, മറ്റേത് ഇങ്ങനെ ഉണ്ട്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഞാനൊരു നുണ പറഞ്ഞിട്ടുണ്ട്, ബിജു ഏട്ടൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു, കുട്ടിയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എത്ര മാസം ഗർഭമുണ്ട്? അപ്പോൾ ഒരു 4 മാസം വേണം. വനിതാ സെല്ലിൽ 3 മാസം പോയിട്ട് ഇങ്ങോട്ട് വന്നായിരിക്കും ഒരു 4 മാസം. അതേ വയറൊക്കെ കാണാൻ തുടങ്ങല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഈ സഫിയായി എന്നെ വിളിക്കുമായിരുന്നു, അതായത് കൂടെ വന്ന കൂട്ടുകാരി, അവരും വിളിച്ച് പറയായിരുന്നു, ബിജു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാറൊക്കെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് സംഭവം, എന്താ ചെയ്യാൻ, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവിടെ നിർത്തിയേക്കാം, അല്ല വേറെ മാർഗ്ഗമില്ല, ബിജു എന്ന ബാക്കി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി, എന്താ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടെ നിർത്താൻ പറഞ്ഞു. സുദർശൻ ആവർത്തിച്ചു പറയുന്ന താഹിറയുടെ സുഹൃത്ത് സഫിയയ്ക്ക് സുദർശനെ പരിചയമുണ്ടോ? സഫിയ ഫോണിലൂടെ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ഇതാ ആ സംഭാഷണത്തിലേക്ക്. താഹിറയുമായുള്ള പരിചയം. സൗദിയിൽ വെച്ചിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചതിൽ അവളിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവത്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സഹായിക്കാൻ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തുതരാമെന്നുള്ളൊരു വാക്ക് ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ അവള് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊണ്ടും സഹായിച്ചു. ഞാൻ എന്റെ വീട്ടിലെ അഡ്രസ്സും കൊടുത്ത് അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. സുദർശനുമായുള്ള പണമിടപാടിനെ കുറിച്ച്. സുദർശനുമായിട്ട് ഒരു പണ ഇടപാടുകളും നടത്തിയിട്ടില്ല. ഈ വ്യക്തിനെ പരിചയമില്ല, അറിയില്ല. അവന് വിജയത്തിന് വേണ്ടിയിട്ട് അവൻ പലതും പറയും. അതിപ്പോ നമ്മൾ തർക്കിക്കാനും ആളല്ല. ഞാൻ ഈ വ്യക്തിനെ കണ്ടിട്ടുമില്ല, ഇതെങ്ങനെ സാധനം അറിയില്ല, ആളെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല അവനോട്. താഹിറ ഗർഭിണിയായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം അവളിലില്ല. അവള് ഗർഭിണിയല്ലായിരുന്നു. അവിടുന്ന് വരുമ്പോഴും ഞങ്ങളെ വീട്ടിൽ നിന്നിട്ട് പോകുന്നത് വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം അവള് ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾ 2-3 മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വന്ന വിവരം അറിഞ്ഞ് അവൾ എന്നെ കാണാൻ വന്നതാണ്. അവള് ഈ നാട്ടിൽ വന്നിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കോമളയുടെ മൂത്ത മകള് ഒരവസരത്തിൽ വിളിക്കുന്നു, പിന്നെ താഹിറ ചേച്ചി പ്രസവിച്ചു, പെൺകുട്ടി, കുട്ടി മരിച്ചു, പത്തനാപുരം ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അതായത് കോമള അമ്മയും ചേച്ചിയുടെ കൂടെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് കുറച്ച് പൈസ അയച്ചു കൊടുത്തു, ചിലവിനുള്ള പൈസ കോമളയുടെ കയ്യിൽ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ആവശ്യമുള്ള ചെയ്യുക. കോമള എന്നെ വിളിച്ചു, ബിജു ഇങ്ങനെയാണ് സംഭവിച്ചത്, വെളുത്ത കുട്ടിയായിരുന്നു, പെൺകുഞ്ഞായിരുന്നു, കുട്ടി മരിച്ചുപോയി. ബിജു പറയുന്ന താഹിറ ഗർഭിണിയാണെന്നും എൻ്റെ വീട്ടിൽ ചാപ്പിള്ളയെ പ്രസവിച്ചെന്നും പറയുന്നു. അങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. അവൾ പോകുന്നത് വരെ നടന്നില്ല. അവൾ ഗർഭിണി അല്ല. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ ഗർഭിണി അല്ല. സത്യമാണോ അതൊക്കെ? എന്തായാലും ആ പ്രസവത്തിൽ ഞാൻ അവോയ്ഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, മാർഗ്ഗമില്ല. മോളെ കല്യാണം വരെ നിന്നു. 1 മാസം കഴിഞ്ഞ് കോമളയുടെ മോളെ കല്യാണത്തിന് എൻ്റെ താഹിറയുടെ കമ്പലും ഒത്തിരി പൈസയും ഞാൻ അയച്ചു കൊടുത്തു. പ്രസവം എടുത്തില്ലേ, അത് കൊടുത്തു. കോമള 1 മാസം കഴിഞ്ഞ് ഇച്ചിരി ബാധ്യത ഉണ്ടായിട്ട് ഗൾഫിലേക്ക് പോയി. താഹിറയ്ക്ക് നിൽക്കാൻ വീടില്ലാതായി. താഹിറയ്ക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാതായി. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. ഗതി കെട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, വിവരങ്ങൾ പറഞ്ഞു. പ്രസവിച്ചെന്ന് പറഞ്ഞില്ല. അമ്മ ഇങ്ങനെ എൻ്റെ കൂടെ സൗദിയിലല്ല ഒരു പെൺകുട്ടി വരുന്നുണ്ട്, കുളത്തൂടെ എടുത്തണ്ട, ചാത്തന്നൂർ മൂത്ത പെങ്ങൾ മേനയുടെ അവിടെ നിർത്തുക. അപ്പോൾ അളിയൻ ദുബായിലാണ്, നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ, അവിടെ നിർത്തുക. വീട്ടിൽ പറ്റത്തില്ല, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, മാർഗ്ഗങ്ങളില്ല. കാരണം എൻ്റെ കുട്ടിയെ പ്രസവിച്ചു, സത്യമാണ്. പിന്നെ വിളിച്ചു പറഞ്ഞു, താഹിറയ്ക്ക് നമ്പർ കൊടുത്തു. താഹിറ
എൻ്റെ പെങ്ങളെ വിളിച്ചു. അമ്മയും മൂത്ത പെങ്ങളും കൂടെ പാരിപ്പള്ളിയിൽ ചാവക്കാട് പോയി സഭയുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്നു, ബാഗുമായിട്ട് വന്നു. താഹറെ സ്വീകരിച്ച് എൻ്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. 4-5 മാസത്തോളം നിന്നു. കൂട്ടുകാരെ അടുത്ത് അവിടെ ഞാൻ ഷെയർ ചെയ്ത് ഈ ഫാമിലി കൂട്ടുകാർ ഒരു മാസം ജോലിക്ക് നിർത്തിയെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തപ്പോൾ പലരും പറഞ്ഞു, നീ വിവാഹം ഒന്നും കഴിക്കണ്ട, സാധനം അങ്ങനെ സംഭവിക്കും, വിവാഹം കഴിക്കണ്ട, അതിൽ 2 കുട്ടികളല്ലേ, ഇനി ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ 1-2 പേര് പറഞ്ഞു, കുറേ സ്ത്രീകൾ ഫാമിലിയിലുള്ള പുരുഷന്മാരൊന്നും പറയും, സ്ത്രീകളൊന്നും പറയും. ഏതായാലും എനിക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു അന്ന്. ഈ കഥകൾ ഇത് കേട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്കതിൽ ഒരു വിശ്വാസക്കുറവ് വന്നില്ല താഹറയെ. കാരണം എൻ്റെ കുട്ടിയാണെന്നുള്ള ഉത്തരം ബോധ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി പൈസ ചിലവാക്കിയതും അവരെ വീട്ടിലെ 2 കുട്ടികൾക്ക് ഇതറിയാതിരിക്കാൻ പൈസ ചിലവ് കൊടുത്തോണ്ടിരിക്കുന്നു. ആ 2 കുട്ടികളെ പറ്റി നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയില്ല. ഞാൻ ഇന്ന് വേണം ഔട്ടാൻ. അയ്യോ, 7 വർഷമാവുന്നു. ഇപ്പോഴാണ് പലതും ഔട്ടാൻ. ഞാൻ എല്ലാം തുറന്ന് പറയാൻ തയ്യാറാണ്. എനിക്കത് വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് 2 കുടുംബം ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ 2 വർഷമേ ഉള്ളൂ അത് മുടങ്ങിയിട്ട് സൗദിയിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ പിന്നെ അത് തുറന്ന് പറയുന്നതുകൊണ്ട് അത്ര അന്തസ്വരമൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇതിൽ ആർക്കും വിരോധം തോന്നേണ്ട കാര്യമല്ല. ഞാൻ ഒരു പുണ്യം എന്ന നിലയ്ക്ക് അന്യമതത്തിൽപ്പെട്ട 2 കുട്ടികൾ പഠിക്കുന്നു, PDCക്ക് പഠിക്കുന്നു. അവർ അന്തസ്സായിട്ട് കഴിയുന്നു. കഴിഞ്ഞ വർഷമാണ് കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ പെങ്ങളെ വീട്ടിൽ വന്നു നിന്നു. പെങ്ങളെ വീട്ടിൽ പോകാൻ നേരത്തെ തന്നെ ചാവക്കാടെന്ന് വരപ്പോൾ തന്നെ ഒരു പ്ലാൻ ചെയ്തു. സാഗരയ്ക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ മുസ്ലിം സ്ത്രീയാണ്. 2 കുട്ടികളുള്ള സ്ത്രീ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വരുവാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം അയലത്തുകാരറിഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് താഹറയാണ് തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാം. സംഗീത എന്ന പേര് സ്വീകരിച്ച് സംഗീത ഒരു ഹിന്ദു പേരിട്ട് സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഗീത ചാവക്കണമെന്നാണ് ഈ താഹറ എന്ന് പറയുന്ന 2 കുട്ടികളുടെ അമ്മയായ സ്ത്രീ സംഗീത എന്ന പേരും പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിർത്തി. എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ്, സൗദിയിൽ വെച്ചുള്ള പരിചയം, പാവപ്പെട്ട വീട്ടിലെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞു സൗകര്യങ്ങളും അതൊക്കെ ഉണ്ട്, മതം ജാതി ഒന്നും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞതില്ല. സംഗീത അപ്പോൾ അത് അന്ന് വരെ ഉള്ളൂ താഹിറ. പിന്നെ താഹിറ എന്നുള്ള പേര് 1.5 വർഷമേ ഉള്ളൂ ഔട്ടായിട്ട് കണ്ടിട്ടും ഒരു രേഖയില്ല. ഈ കുട്ടി അവിടുന്ന് സൗദിയിൽ നിന്ന് വരുമ്പോൾ ഔട്ട് പാസ് വന്നു കഴിഞ്ഞാൽ ഒരു രേഖയില്ല. ഈ കഥകളുടെ പേരിലും ഈ കുട്ടി എൻ്റെ കുട്ടിയെ പ്രസവിച്ചു, പെൺകുട്ടിയാണ് മരിച്ചുപോയി എന്ന ഇതിലും ആ 2 കുട്ടിയേക്കും ഞാൻ തന്നെ ചെലവിന് കൊടുത്തുണ്ട്. ആരോടും പറയരുത്, കുട്ടികളുണ്ടെന്നുള്ള ആരോടും പറയരുത് എന്നായിരുന്നു ഞങ്ങളുടെ 2 പേരും തീരുമാനിച്ചത്. കാരണം അങ്ങനെ അവിടെ പറഞ്ഞാൽ എൻ്റെ കല്യാണം ഞാൻ നടത്തി കഴിഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കും. എവിടെ വഴിയാതെ ആരാവും. കുട്ടികൾ ആരുടെ കൂടെ താമസിച്ചിരുന്നത്? തള്ളയുടെ കൂടെ. ഇപ്പോഴും അവരിവിടെ തന്നെ. അവിടെ അനിയത്തിയുണ്ട് സഹായിക്കാൻ. പതുക്കെ എന്നെ വിളിച്ച് സൗദിയിലേക്ക് വിളിച്ചു. എടാ ഇത് കൂടുതൽ ആൾ നിർത്താൻ പറ്റത്തില്ല, നാണക്കേടാന്ന്. ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നീ നിർത്തിയിട്ട് ഇനി എന്തോ എങ്ങനെ ജീവിച്ചോളാൻ പറഞ്ഞു. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അളിയന്മാർ ഇവരെല്ലാവരും പോയി ഇടയ്ക്കിടയ്ക്ക് താഹറയെ സംഗീത കാണാം. അന്ന് സംഗീതയാണ്, സംഗീതയെ അറിയാം. താഹറയിൽ നിന്ന് ഇന്ന് വേണം ഔട്ടാകാൻ. എല്ലാവരും വെളിയിരിപ്പുണ്ട്, അവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കൊണ്ട് പറയണം ഇത് താഹറയായിരുന്നു എന്നും 2 കുട്ടിയുടെ അമ്മയാണെന്നും ഇന്ന് ഞാൻ പറയണം. അത് പറയാൻ വേണ്ടിയാണ് വന്നേ. അപ്പോൾ ഈ അവസരത്തിൽ എന്നെ വിളിച്ചു വരുത്തി. 5 മാസം കഴിഞ്ഞ് 2006 സെപ്റ്റംബർ 11 തീയതി സൗദിയിൽ നിന്ന് വരുന്നു. താഹറ പുള്ളിക്കാരിയെ കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കി അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടെന്നാൽ ഇവിടെ നമുക്ക് രജിസ്റ്റർ മാറി ചെയ്യാം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അതിനും തന്നെ താഹിറ സംഗീതയായി ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും മറ്റ് ആചാരവും പൊട്ടുപിടിയിലും കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ നല്ലൊരു ഹിന്ദു പെണ്ണ്. ഒരു തരത്തിലും ഒരു ഇസ്ലാം സ്ത്രീയാണെന്ന് പറയാത്ത രീതിയിലുള്ള മേക്കപ്പ് ചെയ്ത് തന്നെ സംഗീത എൻ്റെ വീട്ടിൽ സഹോദരങ്ങളോടെ കഴിഞ്ഞതും അവിടെ എല്ലാവരുമായിട്ടും കമ്പനിയായത്. എന്നോടുള്ള എന്നെ പൊഴുത്തി പറയും. ഇങ്ങനെ അത്രയും മാത്രം എല്ലാവരുമായിട്ടും അങ്ങ് കമ്പനിയായി. 12 തീയതി എയർപോർട്ടിൽ ഇറങ്ങുന്നു. 13 തീയതി ഒരു ദിവസം കഴിഞ്ഞ് 14 തീയതി കല്യാണം. ചിങ്ങമാസം അവസാനത്തെ മുഹൂർത്തം. പിന്നെ കന്നിമാസം കല്യാണം നടക്കില്ല. താഹറയ്ക്ക് അന്നേരം താലി കെട്ടിയേ പറ്റൂ. പറഞ്ഞ് ഉറപ്പിച്ചതാ. എനിക്ക് കല്യാണാണല്ലേ പറഞ്ഞുറപ്പിച്ചതാണ്. വേറെ
മാർഗമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ താലി കെട്ടാതെ എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി ഈ താകരെ പെണ്ണിനെ കാണുന്നത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതുണ്ടായി. അച്ഛനും അമ്മയെല്ലാം വന്ന് വഴക്കും പറഞ്ഞു, താലി കെട്ടാതെ നീ അങ്ങോട്ട് പോയാൽ വേണ്ടാന്ന് പറഞ്ഞു. എങ്കിലും വന്നപ്പോഴേ വരുന്ന എയർപോർട്ടിൽ നിന്ന് തന്നെ അച്ഛനെയും എന്നെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം അന്ന് 3 മാസം അവിടെ കിടന്നിട്ട് വന്നതല്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഈ വന്നു എന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല, സംസാരമല്ലേ ഉള്ളൂ. എന്നാൽ ഒന്ന് കണ്ടിട്ട് വരുമ്പോൾ അതുവഴി പാരിപ്പള്ളി വഴി ഞങ്ങളവിടെ പോയി സാഗരയും കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നത്. കാരണം ഇവിടെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ മാനസികമായിട്ടൊരു വിഷമമല്ല, അതുവരെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്ന് പോയി ഒന്ന് കണ്ടിട്ട് ഇവിടെ വന്നു. പിന്നെ ബന്ധുക്കാരെ എല്ലാം വിളിച്ച് കല്യാണം വലിയ ആഡംബരമൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. ഒറ്റ ദിവസത്തെ ഇന്ന് വന്നു, മറ്റന്നാളെ കല്യാണം അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. കുളത്തുപുഴ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ വെച്ച് കെട്ടണമെന്ന് താഗരയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു. അല്ലെങ്കിൽ താഗരയ്ക്ക് ബാക്കിയുള്ളവർക്ക് താഗരയോട് സംശയം തോന്നും. അപ്പോൾ താഗര അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അമ്പലത്തിൽ വെച്ച് സംഗീത എന്ന സ്ത്രീ എന്നെ താലി കെട്ടപ്പോൾ ബാക്കി കുഴപ്പമൊന്നുമില്ല, പിന്നെ മറ്റു ചോദ്യങ്ങളൊന്നും വരില്ല. ഞാനങ്ങനെയുള്ള ആളൊന്നും ഓൾറെഡി താഗര മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ താഗരയ്ക്ക് ആ സ്നേഹം കൂടുതലും എന്നെ കഴിക്കാൻ ഇഷ്ടം. ഞാനതിൽ അവോയ്ഡ് ചെയ്യില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കല്യാണം കഴിഞ്ഞു 2 മാസത്തോളം വീട്ടിൽ താമസിച്ചിട്ട് ഒരു മാമൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത്, ബന്ധുക്കളെ വീട് തന്നെ, അങ്ങോട്ട് താമസിച്ചു. കാരണം വീട്ടിൽ നിന്നുള്ള ഫോൺ വിളി നടക്കുന്നില്ല. കാരണം കുട്ടികളെ വിളിക്കണമെങ്കിൽ വീട്ടിലെ ഫോണിൽ നിന്ന് വിളിക്കപ്പോൾ എങ്ങനെയായാലും ഇതാരൊക്കെ വിളിക്കുന്നത് സംശയം വരും. അപ്പോൾ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച് നമുക്ക് മാറി താമസിക്കാം, ഇടയ്ക്കിടയ്ക്ക് അവരങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല 2 പിള്ളേരപ്പോഴത്തേന് 6 വയസ്സ് 7 വയസ്സൊക്കെ ആയി. അപ്പോൾ അതും ഒരു കാരണമായി. അപ്പോൾ അതുകൊണ്ട് മാറി താമസിക്കാം. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ കയറി വന്നതല്ലേ, ഇതിനെ വിവാഹം കഴിച്ചിട്ട് ഇനി പെങ്ങന്മാരത് പറയും, അവർ പറയും, എല്ലാം കൂടെ പറഞ്ഞിട്ട് ഞാൻ ടെൻഷനായോണ്ടല്ല, നമ്മൾ ചെയ്ത പാപം നമ്മൾ തന്നെ തീർക്കട്ടെന്ന് പറഞ്ഞ് മാറി താമസിച്ചിട്ട് പോയി. എങ്കിലും ഇവിടുന്ന് എല്ലാവരും പോരാറുണ്ട്. അവിടെ 6 മാസം 5.25 മാസം എൻ്റെ മകനെ, ഇപ്പോഴത്തെ മകനെ ഗർഭം ധരിച്ചു. 5.5 മാസമായി. കൊല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ അമ്പലി ഡോക്ടറെ ആണ് എൻ്റെ ശുശ്രൂഷ നടത്തുന്നത്. അവിടെ പോയി എല്ലാം ഒക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഞാൻ 6 മാസം കഴിഞ്ഞ് 6 മാസമായപ്പോൾ ലീവിന് പോയി. പിന്നെ മാമൻ്റെ മക്കൾ അവിടെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വരാനും വണ്ടിയും കാര്യവും സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ നിന്നു കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ 2007 സെപ്റ്റംബർ 13 എൻ്റെ മകനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞു. പ്രസവം നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം അതും ഒരു രഹസ്യമാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ആദ്യത്തെ കല്യാണം, എൻ്റെ ആദ്യത്തൊട്ട് കുട്ടി പ്രസവിച്ചിട്ട് ഞാനെന്തിനാ പ്രസവം നിർത്തുന്നതെന്ന് അമ്മ ചോദിച്ചു. എന്തിനാടാ നീ ഒരു കുട്ടിയായ ഉടനെ നീ ഏറി പ്രസവം നിർത്തുന്നതെന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങൾ അങ്ങനെ നിർത്തിയത്? ആദ്യത്തെ 2 കുട്ടിയെയും പ്രസവം സിസേറിയൻ ചെയ്താണ് കുട്ടികളെ എടുത്തത്. ഈ എൻ്റെ ഭാര്യയുടെ വയറുവേദന മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുളത്തുപുഴയിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് മാറി കൊല്ലൂർക്ക് താമസിച്ചത്. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ നേഴ്സുമാരൊക്കെ നോക്കിയപ്പോൾ ഇത് എന്നെ അറിയാം, ഞാൻ കുളത്തുപുഴയുള്ള ആളാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നറിയാം. എൻ്റെ ആദ്യത്തെ പ്രസവം എൻ്റെ ഭാര്യ അവിടെ ചെക്കപ്പിന് ചെല്ലപ്പം ഫിസിക്കലി മനസ്സിലാവും. അവിടെ ചെക്കപ്പിന് ചെല്ലപ്പെടുത്തതിന് അറിയാവുന്ന പിള്ളേരാണ് അവിടെ നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നത്. ഇവരും രഹസ്യമായിട്ട് വന്നിരുന്ന് ചോദിച്ചിരിക്കുന്നു, വൈജണ്ണൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ഒരു സംശയങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതും ഔട്ടായി. അപ്പോൾ പിന്നെ സംഗീതാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വിജയേട്ടാ ഇതാകെ പ്രശ്നമാവില്ലോ എന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് മാറി താമസിക്കാം. അല്ലെങ്കിൽ നീ പറഞ്ഞ ആ പ്രസവിച്ച കുട്ടിയില്ലേ, ആദ്യം പ്രസവിച്ച കുട്ടി, ആ കുട്ടി ആയിരിക്കാന്ന് അമ്മയും ധരിച്ചു. അപ്പൊ സംഗീത പറഞ്ഞിരിക്കുന്നു അമ്മയോട്, സൗദിയിലെ ജീവിതമൊക്കെ പറഞ്ഞിരിക്കുന്നു. അവിടെ വെച്ച് എൻ്റെ കുട്ടിയെ ഇതായെന്നും അതിനെ ജയിലിൽ വെച്ച് പിന്നെ അത് ഇതായിപ്പോയെന്നും ഒക്കെ അമ്മയോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അമ്മയും പെങ്ങളും പ്രസവിച്ചു എന്നുള്ളതിനൊരു ഇത് സംഗീത തന്നെ പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഇത് നാട്ടിലെ പ്രസവിച്ചെന്നുള്ള ഇവരോട് ഞാൻ പറഞ്ഞിട്ട് കഥയില്ല. കാരണം ഞാൻ വന്നു കെട്ടി മാറി താമസിക്കുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെ ഇവർക്ക് സഹോദരങ്ങളുടെ ഇടയിൽ എന്താ, ബന്ധുക്കളുടെ ഇടയിൽ, അയലത്തുകാരുടെ ഇടയിൽ എന്താ സംസാരമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല നാട്ടിൽ. പക്ഷേ ആർക്കും അത്ര നല്ല ഇഷ്ടമല്ലായിരുന്നു. ഈ 4 പിള്ളേരും സിസേറിയനായിരുന്നു. അപ്പോൾ അതെ, 28 അമ്മ വന്നു, അമ്മയും സഹോദരങ്ങളൊക്കെ വന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു സിസേറിയൻ ഇത് നിർത്തണമെന്ന് പറഞ്ഞു. നിർത്തി. 2007 ജൂൺ 12 പ്രസവം. 12 കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കണം. എൻ്റെ ആ ഡേറ്റ് ഇല്ല, എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ
വീട്ടിലിരിക്കുക. സംഗീതയുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത്, എൻ്റെ കയ്യിലില്ല. അത് എന്നെ കാണിച്ചിരുന്നു ഞാൻ വരുമ്പോൾ. ഞാനത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മോനെ എൻ്റെ മകനെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേനും പുനലൂരിൽ നിന്ന് പുയപ്പള്ളിയിലേക്ക് കൊച്ചച്ഛൻ്റെ മക്കളെ വീട്ടിൽ താമസമായി. കാരണം അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ഇവിടെ സൗകര്യക്കുറവുണ്ട്. അവിടെ പോയി പിള്ളേരെ നോക്കാനും എടുക്കാനും പാല് കുടിക്കുന്ന കുട്ടിയല്ലേ. അപ്പം എല്ലാവരും പിന്നെ അവിടെ വെച്ചാണ് എൻ്റെ മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ നടത്തുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ സൗദിയില്ല. ഞാൻ പൈസ അയച്ചു കൊടുക്കും, പുള്ളിക്കാരി തന്നെ ചെയ്യും, പൈസ എടുത്തു കൊടുക്കും. വാടക വീടാണ്, സ്വന്തമായിട്ട് വീടല്ല, വാടക കൊടുക്കണ്ട, താമസിച്ചാൽ മതി. വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കാർഗോ വഴി അയച്ചുകൊണ്ടിരിക്കും. പൈസ കൊടുക്കുന്നത് പുള്ളി അരകല്ല് സ്റ്റാർട്ടിങ് തൊട്ട് കുടുംബജീവിതം നയിക്കുന്നത് ഇവിടുന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചു. സന്തോഷമായിട്ടുള്ള കുടുംബജീവിതമായിരുന്നു ഇത് അങ്ങനെ പൈസ കൊടുക്കുന്ന എല്ലാം മേടിച്ച് ഇതിൻ്റെ അടുത്ത് കുട്ടികളായി. അവിടുത്തെ കുട്ടിയൊക്കെ അവിടെ കൊടുക്കുന്നു, ഇവിടുത്തെ കുട്ടിയൊക്കെ ഇവിടെ കൊടുക്കുന്നു. രഹസ്യമായിട്ട് കണ്ണൂർ വിവരങ്ങൾ പറയുന്നു. ഞാൻ വരുമ്പോഴത്തേനും അവർക്കുള്ള വീട്ടിലേക്കുള്ള സാധനം വാങ്ങിയാൽ വരുന്നത്. എൻ്റെ കുളത്തൂപ്പുഴ എൻ്റെ വീട്ടിൽ നിന്നാണ് സംഗീതയുടെ വീട്ടിലേക്ക് ഈ സംഗീതയുടെ ആദ്യത്തെ 2 ആൺകുട്ടിയേക്കും സഹോദരനും സഹോദരിക്കും 2 സഹോദരന്മാർക്കും വാച്ചും മൊബൈലും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനവും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാർ അറിയാനേ ഞാൻ കൊണ്ടുവന്നേ. സംഗീതയുടെ ആൺകുട്ടിയെ കാണുന്ന കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സംഗീതയുടെ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞേ. പെട്ടെന്ന് പോകാൻ എല്ലാവരും. അപ്പോൾ വീട്ടിൽ ചോദിച്ചില്ല എന്തുകൊണ്ട് സംഗീത വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ആരും കാണാൻ വന്നില്ലെന്ന്? അല്ല, പറഞ്ഞു. വീട്ടുകാരെ അറിഞ്ഞാൽ എൻ്റെ വിവാഹം നടക്കത്തില്ലാന്ന് അവരുടെ ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും. ഇപ്പൊ സംഗീതയുടെ വീട്ടില് നുണ പറഞ്ഞിട്ട് എന്നെ കെട്ടിയെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ നുണ പറഞ്ഞ് കെട്ടിയിട്ടില്ല. ആകെ ഉള്ള പറഞ്ഞ നുണയെന്ന് പറഞ്ഞാൽ കുട്ടിയായ രഹസ്യം മറച്ചു വെച്ചു. കുട്ടിയായതുകൊണ്ടാണ് അമ്മയെ ഞാൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കേണ്ടതെന്ന്. പോയി വിവാഹം കഴിച്ചപ്പോഴേ അവരാരും അന്വേഷിച്ചില്ലേ ഈ കുട്ടിയുടെ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും അന്വേഷിച്ചില്ല? വെറുതെ ഒരു പെണ്ണെന്ന് സംഗീതം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരും കല്യാണം എന്നെ അറിയാലോ. കല്യാണം കഴിക്കുമ്പോ അച്ഛൻ്റെ ഇന്ന ആളുടെ മകള് കല്യാണം കഴിക്കുന്നത് സംഗീത കൊടുത്ത അഡ്രസ് ആണല്ലോ, മാരേജ് സർട്ടിഫിക്കറ്റിലുണ്ട്. പാരന്റ്സിന്റെ പേരില്ലേ അതിലൊന്നും? ഉണ്ട്, പേരുണ്ട്. അതിൽ മുസ്ലിം പേരല്ലേ? അല്ല, ഹിന്ദുവായിട്ടുള്ള പേരാ കൊടുത്തിരിക്കുന്നത്. അല്ല, സംഗീതയുടെ അല്ല, അച്ഛന്റെ പേരും അമ്മയുടെ പേരും ഹിന്ദു ആക്കിയോ? എല്ലാം ഹിന്ദുവായിട്ടാക്കിയാ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കള്ളത്തരായിരുന്നു പേരുകളെല്ലാം. ശരി, എന്നിട്ട് എന്താ സംഭവിച്ചത്? മോനെ കാണാൻ വരുന്ന സമയത്ത് കാർഗോയിൽ സാധനമൊക്കെ അയച്ചു കൊടുത്തു. മോന് വേണ്ടുന്ന മാലയും ചപ്പ അതുമൊക്കെ മേടിച്ചുകൊണ്ട് 2ാമത്തെ ലീവ് 6 മാസം ലീവ് എടുത്ത് വന്നു. 6 മാസം ലീവ് എടുത്ത് വന്ന് പിന്നെ മകനെ കണ്ടു. 3 മാസം ഈ അന്ന് വരെയുള്ള പൈസയുടെ ഇതുണ്ടാവും, പൈസ അയക്കുന്നതിൻ്റെ ഇതുണ്ടാവും, ഇതെല്ലാം ഒന്ന് സൂക്ഷിച്ചു വരുന്നു. എല്ലാം കൂടെ ഞങ്ങൾ ഈ ഒന്ന് എണ്ണി നോക്കി. എല്ലാം കൂടെ എടുത്ത് നോക്കിയപ്പോൾ ഒരു 2.5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് പോയത്. പിന്നെ 2 വർഷം ഒരു 5.25 ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടി. 5.25 ലക്ഷം ചെലവ് ചെയ്തിട്ടുണ്ട്. 5.25 ലക്ഷം രൂപ ഇതെല്ലാം കൂടെ ഇതിലുള്ള മാത്രം എണ്ണി നോക്കിയപ്പോൾ ബാക്കി ചിലവല്ല. ഈ പൈസ അയച്ചത് അവിടെ ഇവിടെ ഒക്കെ നോക്കിയപ്പോൾ പിന്നെ ഏകദേശം ഒരു 30% പൈസ അവിടുത്തെ കുട്ടിയും പോയിട്ടുണ്ട്, 30% ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ അതും ചിലവെല്ലാം കൂടെ 5.25 ലക്ഷം രൂപയുടെ ഇതുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? ചെലവിന് കൊടുത്തോണ്ടിരുന്നു. ഇവിടുന്ന് 6 മാസം 2ാമത്തെ ലീവിന് 6 മാസം വന്നു. മകനെ 2.5 വയസ്സിൽ കണ്ടിട്ട് പോയി. 3 മാസം ആയപ്പോൾ പോയി. 3 മാസം നിന്നോളൂ. 3 മാസം 6 മാസം അടിച്ചിട്ട് 3 മാസം നിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ 20,000 രൂപ കൊണ്ട് പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് മീതം ഇൻവെസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് ചിലവ് കൂടിയപ്പോഴത്തേന് ഒരു കമ്പനി വിസയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മെച്ചം ഉണ്ടാവുമെന്ന് കരുതി പോയിട്ട് 1 വർഷം നിൽക്കുക. 1 വർഷം നിന്നിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണ്. 1 വർഷം നിന്ന് ഒരു എഗ്രിമെന്റ് വിസ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എനിക്ക് അന്ന് ഒരു കാര്യം ചെയ്യാൻ 3 മാസം കൊണ്ട് നിന്നിട്ട് കയറി പോകാമെന്ന് പറഞ്ഞ് 3 മാസം നിന്നിട്ട് കയറിപ്പോയിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിന് വാതുക്കെയുള്ള പുയപ്പള്ളി ജംഗ്ഷനിൽ ശ്രീധന്യ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ലേഡീസ് സെയിൽസ് ഗേളുകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ അവിടെ സെയിൽസ് ഗേളായിട്ട് ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ പരസ്യമൊക്കെ കൊടുത്തപ്പോഴത്തേന് വീട്ടിൽ ചെറിയ കൊച്ചായിരിക്കല്ലോ, 2.5 വയസ്സേ ഉള്ളൂ. 2.5 പാല് കുടിക്കുന്ന പ്രായമാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ പൈസ കയത്തോണ്ട് സംഗീതയ്ക്ക് ജോലിക്ക് പോകാനൊരു താല്പര്യം. അപ്പോൾ സംഗീത പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവിടെ ജോലിക്ക് വന്നെങ്കിൽ 16,000 രൂപ അവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൈസ അതെങ്കിലും മീതി പിടിക്കാം, അവിടെയും കൊടുക്കണ്ട ഇവിടെയും കൊടുക്കണ്ട, ചിലവ് കൂടിയൊന്നും അവിടെ പിള്ളേർ വലുതായിക്കൊണ്ട് അതുകൊണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ പണിക്ക് പോയി. ചോദിച്ചത് എൻ്റെ കൂടെ ചോദിച്ചിട്ടും വീട്ടിലാണ് എൻ്റെ കൂടെ സഹോദരനും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്, എല്ലാം ബന്ധുക്കളാണ്. എല്ലാവരും എല്ലാവരും കൂടെ ചോദിച്ചിട്ടാണ് പണിക്ക് പോയത്. കുട്ടിയെ പാല് കുടിക്കേണ്ട സമയം അപ്പോഴത്തേന് വീട്ടിൽ നിന്ന് പിള്ളേർ അങ്ങോട്ട് കൊണ്ടുപോകും. വീട്ടു അതൊക്കെയാണ് പുയപ്പള്ളി ജംഗ്ഷൻ താഴോട്ട് ഇറങ്ങിയാൽ മതി.
സെയിൽസുകളായിട്ട് കയറി ശ്രീധന്യ സൂപ്പർ മാർക്കറ്റിൽ. കൊച്ചിനെ അമ്മ ഏൽപ്പിച്ചിട്ട് പോയോ? വീട്ടിൽ കുഞ്ഞമ്മയുണ്ട്, പിന്നെ ചേട്ടൻ്റെ കുട്ടികളുണ്ട്, എല്ലാം കൊച്ചച്ഛൻ്റെ മക്കളാ എല്ലാവരും. കുഞ്ഞമ്മയുണ്ടോ എപ്പോഴും വീട്ടിലുണ്ടാവും. താഴോട്ട് കൊണ്ടുവരും, പാല് കൊടുത്തിട്ട് മേലോട്ട് കൊണ്ടുപോകും, ആവശ്യമുള്ളത് വരും. അപ്പോൾ അവിടെ ഒരു 6000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു ധന്യ സൂപ്പർ മാർക്കറ്റിൽ. 6000 രൂപ ശമ്പളം പിന്നെ കിട്ടുന്നത് വലിയൊരു ഉപകാരമായി. കാരണം പുള്ളി ജോലി ചെയ്യാൻ സൗദിയിലും ജോലിക്ക് വന്ന ആളാണ്. ജോലി ചെയ്യാൻ പോകുന്നതുകൊണ്ട് പുള്ളിക്ക് ബുദ്ധിമുട്ടില്ല. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊല്ലം അയത്തിൽ ഡീസൻ്റ് മുക്കിൽ ഉള്ള ഒരു ഷംനാദും ഹസീന എന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടെ, അത് ഭാര്യ ഭർത്താവും, അവിടെ ഒരു ബേക്കറി വാടകയ്ക്കെടുത്ത് ബേക്കറി സ്ഥാപനം നടത്തുന്നുണ്ട്. ഇത് പരിചയമുള്ള ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനമൊക്കെ വാങ്ങുന്ന അവിടെ. അപ്പോൾ അവിടെ ഈ ഹസീന ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അവൻ്റെ ഭാര്യ ഷംനാദാണ് ഈ കട നടത്തുന്നത് വാടകയ്ക്കെടുത്തിട്ട്. അവരുമായിട്ട് പരിചയപ്പെട്ടു, അവിടെ പണിക്ക് കയറി, അവിടെ ജോലിക്ക് കയറി, ഇവിടുത്തെ പണി വിട്ടിട്ട്. ഷംനാദിനെ അറിയുമായിരുന്നു നിങ്ങൾക്ക്? ഞങ്ങൾ കടയിൽ വെച്ച് ഉള്ള പരിചയം. ഞാൻ പോകുമ്പോഴേ മരമ്പഴ കാലുവ ഇവിടെ നിന്നാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. നേരത്തെ ഒന്നും പരിചയമില്ല? ഇല്ല, കൊല്ലത്ത് അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. കൊല്ലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഈ സൂപ്പർ മാർക്കറ്റ് ജോലി വിട്ടിട്ട് അയാളുടെ ബേക്കറിയിലേക്ക് ജോലിക്ക് പോയി. എന്നിട്ട് അവിടെ പണിക്ക് കയറി 1.5 മാസം 2 മാസം ആയപ്പോഴേ വീട്ടിൽ വഴക്ക്. സന്തോഷമായിട്ട് കഴിഞ്ഞ വീട്ടില് പീഡന കഥ. വീട്ടില് എൻ്റെ വീട്ടില് ഞങ്ങൾ താമസിച്ച കൊച്ചച്ഛൻ്റെ വീട്ടിൽ കൊച്ചച്ഛൻ, അതായത് കൊച്ചൻ്റെ മക്കള്, ഭാര്യമാരും എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു. എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എനിക്ക് ഫോൺ വരും. ഇത്രയും നാള് സഹിക്കാൻ വയ്യാത്ത ഫോണ്. അയ്യോ. അപ്പോൾ എനിക്ക് ഇതൊന്നും ഇവിടുന്ന് പോയതേ ഉള്ളൂ. കയറി വരാനൊന്നും പറ്റില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കയറി വരാൻ പറ്റത്തില്ല. അത്രയും ബാധ്യതയുണ്ട്. ഒന്നുമില്ല. അതുകൊണ്ട് ഭാര്യ പറയുന്നതൊന്നും അനുസരിച്ചിട്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് കയറി വരാനോ അല്ലെങ്കിൽ അയലത്താർ പറയുന്നതോ അമ്മ പറയുന്നതോ കേട്ടിട്ട് ഒരിക്കലും കയറി വരത്തില്ല. ചത്താലും കയറി വരാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ ഇല്ല, സാമ്പത്തികമില്ല. അതുകൊണ്ട് ഇവിടെ അത് പരിഹരിക്കാന്നുള്ളത്. ഈ കഥകൾ പറഞ്ഞ് എന്തിനാ അങ്ങനെ ഒരു കഥകൾ പറയുന്നത്? പറഞ്ഞ് സത്യമാണോ അതൊക്കെ? സത്യം അല്ലാന്ന് ഇപ്പൊ മനസ്സിലായത്. പറഞ്ഞു ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് എന്റെ കയ്യിൽ പൈസ വരുന്നോണ്ടും ഞാൻ ഈ കുട്ടികളെ ചൊവ്വേറെ നോക്കുന്നുണ്ടും മാറി താമസിക്കാം. അതിനുവേണ്ടി അവർ പിന്നെ മാറി താമസിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്നെ നിങ്ങളെ തെറ്റിക്കാൻ നോക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജയട്ട് ഇട്ടിട്ട് പോയാൽ എൻ്റെ 2 കുട്ടികൾ എനിക്ക് ആരും ഇല്ലാണ്ട് വരും. എൻ്റെ കുട്ടികളെ നോക്കുന്നത് ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇനി നമ്മളെ തെറ്റിക്കാനാണോ? ഞാൻ പറഞ്ഞു അതൊന്നും അവർക്കൊന്നും അറിയില്ലല്ലേ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടായി. ചുരുക്കം പറയാം, അവിടെ കുടുംബ വഴക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജയട്ട് ഇട്ടിട്ട് പോയാൽ എൻ്റെ 2 കുട്ടികൾ എനിക്ക് ആരും ഇല്ലാണ്ട് വരും. എൻ്റെ കുട്ടികളെ നോക്കുന്നത് ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇനി നമ്മളെ തെറ്റിക്കാനാണോ? ഞാൻ പറഞ്ഞു അതൊന്നും അവർക്കൊന്നും അറിയില്ലല്ലേ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടായി. ചുരുക്കം പറയാം, അവിടെ കുടുംബ വഴക്ക്. ഇന്ന് വഴക്ക് എന്നെ ഫോണിൽ കൂടെ കേൾപ്പിച്ചിട്ടുണ്ട് വഴക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അടുത്തുള്ള ഒരു വീട് നോക്കാം. ആരുമായിട്ട് വഴക്ക്? പിന്നെ താമസിക്കുന്ന വീട്ടിലെ കൊച്ചച്ഛൻ്റെ മക്കളുമായിട്ടും അമ്മമാരും ചേച്ചിമാരായിട്ട്. കുഞ്ഞമ്മയായിട്ടും കൊച്ചച്ഛൻ്റെ മക്കളെ വീട്ടിലാണ് താമസിക്കുന്നത്. ശരിക്കും വഴക്കുണ്ടായിരുന്നോ? വഴക്കുണ്ടായിരുന്നു പറഞ്ഞാൽ വഴക്ക് പിന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാണ്. അവിടെ എപ്പോഴും ഫോൺ വിളിയും, പതിവില്ലാത്ത ഫോൺ വിളിയും, പതിവില്ലാതെ ആരോ വീട്ടിൽ വന്നു എന്നാണ് കൊച്ചച്ഛൻ്റെ ഒരു മോൻ ഒരു സംശയം തോന്നി. ഈ സംശയമാണ് അവിടെ ഒരു വഴക്കുണ്ടായി. ഈ വഴക്ക് ഇവര് പിന്നെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടാണ് എന്നെ അറിയിക്കുന്നത്. എൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എൻ്റെ കൂടെ പറഞ്ഞപ്പം ഒരു തരത്തിൽ സംഗീത പറയുന്നത് എന്ത് അതുപോലെ അനുസരിച്ച് കേൾക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതം നയിക്കുന്നത് ആ ഒരു ലെവലിലാണ്. വേറൊരാൾ അംഗീകരിക്കുന്ന രീതിയിലല്ല. ഒരു പുരുഷനും സ്വന്തം മക്കൾക്ക് പോലും ചെലവിന് കൊടുക്കാത്ത ഈ കാലത്ത് കൊണ്ടുവന്ന് ഏതോ ആരുടെ 2 കുട്ടികൾക്ക് ചെലവിനും കൊടുത്ത് അവരെ വിദ്യാഭ്യാസം ചെയ്ത് അവരെ പഠിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു പുരുഷൻ ജീവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ആരോടെ പറയാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, മാറി താമസിക്കുക. നിനക്ക് എൻ്റെ കൂടെ താമസിക്കുന്നെങ്കിൽ മാറി താമസിക്കുക. നമുക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. അടുത്തൊരു വീട് നോക്കി. ഞാൻ മാറി താമസിക്കാൻ വീട് നോക്കണമെന്ന് പറയപ്പോഴത്തേനും ഇവര് വേറെ വീട് പ്ലാൻ ചെയ്ത് കണ്ടുവച്ചിരുന്നു. ഇവര് പറഞ്ഞ ആര്? ഈ കടയിലെ ഷംനാദ് അറിയാം, ഷംനാദ് ഉൾപ്പെടെ. ഷംനാദ് അപ്പോഴേക്കും ബേക്കറിക്കാരനുമായിട്ട് ബേക്കറിക്കാരന്റെ കടയിൽ ജോലിയാണല്ലോ ഈ വഴക്കുണ്ടാവുമ്പോൾ. അയാളാണോ വീടൊക്കെ നോക്കി കൊടുത്തത്? അപ്പോ അയ്യോ, ഇപ്പൊ ഈ ബേക്കറിക്കാരെ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. വിളിച്ചു സംഗീത ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കൂടെ പറയുന്ന വരുമ്പോഴൊന്ന് പറയണേ, ഞാൻ വിളിച്ചൊന്നു ഇന്നത് പറയണമൊക്കെ പറയും. ആ ബേക്കറിക്കാരന്റെ ഭാര്യയ്ക്ക് അറിയാമോ ഇവർ തമ്മിലുള്ള ബന്ധം? ഇപ്പഴറിയാമായിരുന്നു, ഇപ്പം അറിയാം. അപ്പം അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് വേണം ധരിക്കാം. നമുക്ക് ഇതിന്റെ
ഇതൊന്നും സത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിയില്ലല്ലോ. ഓക്കെ. എന്നിട്ട് വീട് മാറിപ്പോയി താമസിച്ചു. മാറിപ്പോയി അവിടെ നിന്ന് 4 കിലോമീറ്റർ ആര് താമസിച്ചു. ആര് മുഖേന വീടെടുത്തെന്ന് വെച്ചപ്പോൾ ഈ ധന്യ സൂപ്പർ മാർക്കറ്റിലെ പെൺകുട്ടികൾ എപ്പോഴും വീട്ടിൽ വരും, ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. അവിടുത്തെ പെൺപിള്ളേർ മുഖേന ഈ വീടെടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞ അനുസരിച്ചാണ് അങ്ങോട്ട് മാറുന്നത്. മാറാൻ ഞാൻ അനുഭവിച്ചതാണ്, എൻ്റെ ഇഷ്ടപ്രകാരമാണ് മാറിയത്, ഇല്ലാന്ന് പറയുന്നില്ല. അവിടെ മാറി താമസിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? മാറി താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ 8 മാസം കഴിഞ്ഞപ്പോൾ ആള് ഗർഭിണിയായി. 8-ാം മാസം ഗർഭിണിയാണ് പറഞ്ഞ. അപ്പൊ നിങ്ങൾ പോയിട്ട് എത്ര നാളായി? 2 വർഷം കഴിഞ്ഞു. 2 വർഷം 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞു. പ്രസവം നിർത്തിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ എങ്ങനെ പ്രസവിച്ചു? പിന്നെ എങ്ങനെ? അതാണല്ലോ. അതെങ്ങനെ? നിങ്ങളുടെ അമ്മയൊക്കെ അറിയാം, കൈയെഴുത്തൊക്കെ ഇട്ടു, അമ്മ ഒന്ന് കൈയെഴുത്തിട്ടു, പിന്നെ എങ്ങനെ പ്രസവിക്കും? പ്രസവിച്ചു ആള്. പ്രസവം നിർത്തിയെന്ന് പറയുന്ന സത്യം, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ള സത്യം അത് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഞാനത് കോപ്പിയെടുക്കാൻ ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. എന്തേലും തെറ്റിപ്പറ്റിപ്പോയായിരിക്കും. പിന്നെ ഏതായാലും ആള് അത് ഷംനാദിന്റെ കൊച്ചായിരുന്നോ? ഷംനാദിന്റെ കൊച്ച്, അത് ഉറപ്പാണ്. ഷംനാദിന്റെ കുട്ടിയെ പ്രസവിച്ചു. അപ്പൊ അയാള് ചെലവിന് കൊടുക്കുമായിരുന്നോ? ഇല്ല, ചിലവില്ല. ഞാൻ അറിയുന്നില്ല, ആരും അറിയുന്നില്ലല്ലോ ഈ ഒരു സംഭവം. വീട്ടിൽ വഴക്കൊണ്ടാണ്, വീട്ടുകാരുമായിട്ട് വാടക വീട്ടിലേക്ക് പോക്കില്ല. വീട്ടുകാർക്കൊക്കെ അറിയില്ല ഇങ്ങനെ നിങ്ങൾ പോയി 2 കൊല്ലമായി, പക്ഷെ 8 പ്രസവിക്കുന്ന എങ്ങനെ? ഇല്ലല്ല, അതിനു മുമ്പ് തന്നെ ഇവര് പിന്നെ വീട്ടുകാരുമായിട്ടൊന്നും സഹകരണം ഇല്ലാതെ ഈ വഴക്ക്. എന്റെ അമ്മ പോയിട്ട് പിളിയത്ത് നിന്ന് കുഞ്ഞമ്മയുടെ മക്കളെടുത്ത് പറഞ്ഞു, നീ എന്തിനാ അവളെ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞു കുടുംബം മൊത്തത്തിൽ വഴക്കായി. കാരണം ഈ പീഡന കേസ് പറഞ്ഞാണ്. പക്ഷേ ഏതാ ചേട്ടമ്മ ചെന്ന് വീട്ടിൽ തട്ടിയെന്നും ചീത്ത വിളിച്ചെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അമ്മ ഇവിടുന്ന് പോയി അവിടെ വഴക്ക് പറയും. ചുരുക്കം പറയാൻ കുടുംബങ്ങൾ, ഒരു കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ നല്ലൊരു കഥാകൃത്താണല്ലോ, നല്ലതായിട്ട് ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? അല്ല ഈ അല്ല ഈ പ്രസവം നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗർഭിണിയായി എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല എന്തെങ്കിലും പ്രസവം അങ്ങനെയൊക്കെ ആവാൻ വഴിയുണ്ടല്ലേ? പ്രസവം നിർത്തിയ എന്റെ ഭാര്യയാണ് പ്രസവിച്ചത്. ആ കുട്ടിയായിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. പ്രസവിച്ചെന്നുള്ള സത്യമാണ്. പ്രസവം നിർത്തിയെന്നുള്ള സത്യമാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? അത് എന്നെ കാണിച്ചിരുന്നു. നിങ്ങളെ കണ്ടു? ഇല്ല, ഞാൻ കണ്ടിരുന്നു. അമ്മയുണ്ട്, അമ്മയും സഹോദരങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഇത് അറിയാൻ വരുന്നത്? അവർ പ്രസവിച്ചു, ശ്യാംനാഥിന്റെ കൊച്ചു വൈറ്റായെന്നൊക്കെ എപ്പോഴാണ് ആരാ പറഞ്ഞറിയുന്നത്? താകരയുടെ അമ്മ കണ്ണൂരുന്നു. താകരയുടെ അമ്മ വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നുന്നുണ്ടല്ലേ? ഞങ്ങൾക്കും ഉണ്ട് അല്പം അവിശ്വാസം. വിളങ്ങാത്ത ചില കണ്ണികൾ എവിടെയൊക്കെയോ ഉണ്ട്. താഹിറയ്ക്കേ അറിയൂ എന്താണ് സംഭവിച്ചതെന്ന്. നമുക്ക് കാത്തിരിക്കാം അടുത്ത അധ്യായത്തിനായി.